ഹലോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റുന്ന പോലെല്ലാം വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോസിൽ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളേത് സ്കൂളിൽ പഠിക്കുന്നതെന്നെല്ലാം. അന്നു അർമാനും നൂറുൽ ഹുദ സ്കൂളിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നൂറുൽ ഹുദ സ്കൂള്. അതുപോലെ തന്നെ ജമ്മു ഗ്രീൻവുഡ്സ് സ്കൂളിലാണ് പഠിക്കുന്നുള്ളത്. ആദമിന് എത്ര വയസ്സായി, ദുവാ മോൾക്ക് എത്ര വയസ്സായും ചോദിച്ചിട്ടുണ്ടായിന്. ആദമിന് 1.5 വയസ്സും ദുവാ മോൾക്ക് 3.5 വയസ്സുമാണ്. അപ്പം ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ്. ഒരു താത്താന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുള്ളത്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കാണുമ്പോൾ ഒരു ഹരമല്ലേ. കുറച്ച് ദിവസം ഇങ്ങനെ ചെറിയ മഴ പെയ്തിട്ട് പിന്നെ നല്ലൊരു വെയിൽ കാണുമ്പോൾ എന്ത് ഉണക്കാനിട്ടാലും ഉണങ്ങും. ഞാൻ ബെഡ് അടക്കം ഉണക്കാനിട്ടിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ചായപ്പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് തന്നെ ദുവാമോളും ആദമും എണിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാകുമ്പോൾ ഇങ്ങനെ പോസാക്കുന്നതാണ്. ഈ ഒരു ടെൻറ്റില്ല ആദമിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പങ്ങള മോള് ഗിഫ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടാകുമ്പോഴത്തേക്ക് ആദം ഇനി എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിന്. ഇനി മറിച്ചിടലും അതിൻ്റെ ഉള്ളിലിരിക്കലും എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ ഇന്നലെ ഞാനത് സെറ്റാക്കിയതാണ്. എനിക്കിപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും അങ്ങനെയെല്ലാമാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളവിടെ കുറച്ച് സമയമെങ്കിലും കളിക്കുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല കട്ടിയുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. മാത്രം ആദമിനില്ല ചെറിയൊരു കുരുത്തക്കേടുണ്ട്. ഈ പെണ്ണുഞ്ഞോളെ പോലെ അല്ലല്ലോ ആണുഞ്ഞോക്ക് കുറച്ചധികം കുരുത്തക്കേട് ഉണ്ടാകുന്നില്ലേ. ഓനതിങ്ങനെ എടുത്തെറിയലെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയതാണ് ഓൻ എന്താക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടായിട്ടാ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതൊരു കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡബിൾ സ്റ്റിക്ക് ടാപ്പെല്ലാം വെച്ചിട്ട് ഒട്ടിക്കാമെന്നെല്ലാം. അങ്ങനെയാകുമ്പോൾ അത് പിന്നെ അനങ്ങിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വിചാരിച്ചിട്ട് ടാപ്പെല്ലാം മേങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൻ എന്താക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. ഇപ്പം പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ ഒളിച്ച് കളിയെല്ലാം കളിക്കുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഓന് നോക്കാം അതിനെ എടുത്ത് മറിക്കുന്നെല്ലാം ഉണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ദുവാമോൾ ഫ്രഷായി ഫുഡ് കഴിക്കലാന്നതിന്. ദുവാമോൾക്കില്ലേ ഇങ്ങനെ വായിലിട്ട് കൊടുക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കും. ചിക്കനെല്ലാം ഇങ്ങനെ തൊല്ലിയിട്ടിട്ട് ഇങ്ങനെ അപ്പത്തിൻ്റെ മേലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തിന്നാനെല്ലാം പറയും. എന്നാലും പിന്നെ അത് കുറേ സമയം അവിടെ വെച്ചിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വായിലിട്ട് കൊടുക്കലാണ്. പിന്നെ ആദമിന് ഈ ഒരു പ്രശ്നമൊക്കെ കാണുന്നില്ല. ആദം ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് പഞ്ചസാര അങ്ങനെ അധികം ഇട്ട് കൊടുക്കില്ല. അധികം ബ്രൗൺ ഷുഗറെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ മേലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഓന് കഴിച്ചോളും, വലിയ പ്രശ്നമില്ല. പക്ഷേ ദുവാമോൾ അങ്ങനെയല്ല. ഓൾക്കിങ്ങനെ ഭയങ്കര ബനിയാന്ന് കഴിക്കാൻ. പിന്നെ ഞാൻ വിചാരിക്കും പെട്ടെന്ന് ആട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വായിലിട്ട് കൊടുക്കൽ തന്നെയാണ്. അതിപ്പോൾ വലിയൊരു ശീലമായിട്ട് മാറിയിനി. അങ്ങനെ ആദ്യം ഇപ്പോൾ ചെരുപ്പും കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയലാണ്. ഓന് ഇങ്ങനെ കുളിപ്പിച്ച പാടില്ല. നമ്മൾ ഈ ഡ്രസ്സും പിന്നെ ഓനിക്ക് ഇഷ്ടപ്പെട്ട പാൻറ്റോ ഷോർട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവന് ചെരുപ്പ് ഇടണം. ചെരുപ്പിട്ട് ചിലപ്പോൾ ഇത് പുറത്തെല്ലാം നടക്കലായിരിക്കും. കുറച്ച് സമയം അവനെ കാണാനേ ഉണ്ടായില്ല. കൊയിൻ്റെയോ പൂച്ചൻ്റെയോ ബാക്കിലുണ്ടാവും. ഇപ്പോൾ അവൻ്റെ പരിപാടി ഇങ്ങനെയല്ലാന്ന്. അങ്ങനെ നമ്മൾ ഹെൽപ്പിന് വന്ന ഇത്ത പുറത്തുനിന്ന് അരിയെല്ലാം കവുന്നുണ്ട്. പത്തലിന് പൊടിപ്പിക്കാനുള്ള അരിയാണിത്. ഒരു ടൈം നമ്മിങ്ങനെ പൊടിപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പൊടിപ്പിച്ചെടുക്കും. 30 കിലോ എല്ലാമാണ് 30-35 കിലോ എല്ലാമാണ് നമ്മൾ പൊടിച്ചെടുക്കൽ. അത് കുറച്ചധികം നമുക്കൊരു 2 മാസത്തേക്കെല്ലാം മതിയാവും. ഇതാ വലിയൊരു ഹെൽപ്പാണ്. ഇങ്ങനെ പത്തലിൻ്റെ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കടുമ്പോ പത്തലോ അതെല്ലാം നെയ്പ്പത്തൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ പെട്ടെന്നാവും ചെയ്യും. അരക്കാനൊന്നും നിൽക്കണ്ടല്ലോ. ചില സമയത്ത് കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര നല്ല മൂടല്ലെങ്കിൽ വേറെ ഒന്നിനും നിൽക്കാൻ ടൈം ഉണ്ടായില്ല. അപ്പം പത്തലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഓന് ഫുള്ളിങ്ങനെ വാരി വലിച്ചിടുന്ന പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ തന്നെ കളിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ചെല്ലാം താഴെയിട്ടിട്ടെല്ലാം ഉണ്ടായിന്. ഞാൻ കാണിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലും ഇടയിലൊരു മഴയും അങ്ങനെയല്ല അല്ല. അപ്പോൾ വെയിൽ കാണുമ്പോൾ എന്തായാലും ഉണക്കാനുള്ളതും അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ മഴ പെയ്തിട്ടാകുമ്പോഴത്തേക്ക്
ഈ സ്ട്രോളറും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒരു നര പിടിച്ച പോലെ ആകുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് വെയിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അവിടെയുള്ള ബക്കറ്റും അതുപോലെ തന്നെ അവൻ്റെ സ്ട്രോളർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ ജമ്മുവിൻ്റെ കിറ്റ് അങ്ങനെ കിറ്റ് ഈ ആഴ്ചക്ക് ഒരിക്കൽ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെ. അപ്പോൾ പിന്നെ ഇത്ര ദിവസം ഇടയ്ക്ക് മഴയെല്ലാം ആയതുകൊണ്ടൊക്കെ അങ്ങനെ കవ్വാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ്. ഞാനിങ്ങനെ ചണ്ടി തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലാന്നുണ്ടായത്. അങ്ങനെ ഇന്ന് നല്ലോണം ഇങ്ങനെ കൈയിട്ട് തന്നെ എടുത്തതാണ്. അതിപ്പം ശനിയും ഞായറും സെക്കൻഡ് സാറ്റർഡേ സൺഡേ ലീവല്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം വെയിലത്തിട്ടിട്ട് ഉണക്കി. അങ്ങനെ ബെഡ് അതുപോലെ തന്നെ നമുക്കിങ്ങനെ അരി പൊടിപ്പിക്കാൻ വേണ്ടി കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു ബക്കറ്റ് കാര്യങ്ങളെല്ലാം കൈയിട്ട് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വിചാരിച്ച് ഫുള്ളിങ്ങനെ ഒന്ന് ബണ്ണാമലെല്ലാം എടുത്തിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ എൻ്റെ അൽമാറിൻ്റെ മേലെല്ലാം ഒന്ന് പൊടിയെല്ലാം തട്ടിക്കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് റൂമിലേക്ക്. അപ്പോഴേക്ക് അയ്യോന് ഞങ്ങൾക്ക് പണി തന്നിട്ടുണ്ട്. എൻ്റെ ഒന്ന് വെച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിന്. കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് കാണുന്നേ ഉണ്ടായിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ഓനെ അവിടെ പോയി നിന്ന് നോക്കുമ്പോൾ അരിയെല്ലാം ഫുള്ള് താഴെയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ അരി ഒന്നും എടുക്കാനൊന്നും കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഴി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, കോഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ച്. ഓനിപ്പോൾ കണ്ടില്ല ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വേറിയ അരിയെല്ലാം കുറച്ച് കോഴിക്ക് ഇട്ട് കൊടുത്ത് ബാക്കി നമുക്ക് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ബാക്കിയുള്ളത് മാറ്റി വെച്ച്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആദമിനെ ഈ ഒരു കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരലേ ഇല്ല. ഇങ്ങോട്ടേക്ക് വരുന്നത് ഓനിങ്ങനെ കാണാതെയാണ് ഞാൻ വരല്. ഇന്നിപ്പോൾ അങ്ങനെ ഓന് കാണാതെ ഞാൻ എല്ലാം വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഓനുണ്ടില്ലേ, ഓന് ഞാൻ വരുന്നത് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ട് ഓനിപ്പോൾ ആ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് എത്തീന്. ഓന് നമ്മൊന്നും അറിയാതില്ലേ ഈ കോഴിക്കോടിൻ്റെ സൈഡ് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒറ്റക്കെല്ലാം വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ്, എന്തെങ്കിലും പാമ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മ അങ്ങനെ ഒറ്റക്കൊന്നും അങ്ങനെ വിടുന്നേ ഉണ്ടായിട്ടാ. ഓന് എന്നിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുഞ്ഞോളെ പോലെ അല്ല, ആണിഞ്ഞോള് ഭയങ്കര ഇങ്ങനെ പൊരിയൽപ്പും പാച്ചലും അങ്ങനത്തെ എല്ലാം അല്ല. അപ്പോൾ അങ്ങനെയല്ല ഓനിങ്ങനെ പാച്ചലും പൊടിച്ചാൽ കിട്ടാത്ത കളിയാണ് ചില സമയത്ത്. ചെറുതുണ്ടാവുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുർത്തക്കടെല്ലാം കാണാൻ നല്ല രസമല്ല, പക്ഷെ ഈ ബാക്കിൽ പായുന്നതാണ് പ്രശ്നം. അതിന് മാത്രം കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു മഴയെല്ലാം പാറിയിട്ടുണ്ടായിന്. ഞാനങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ട് പുറത്തുനിന്ന് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് നല്ല വെയിലും വന്ന് അങ്ങനെ പിന്നെയും വെയിലിന് തന്നെ എല്ലാം കൊണ്ടുവച്ച്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടി എന്തെന്ന് നോക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ കുറച്ച് അയിലയും കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അയില ഞാനിതുപോലെ പരിക്കി വെച്ചിന്. അയിലനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ രാത്രിയിലേക്ക് കറി എന്ത് അങ്ങനെ നോക്കണ്ടല്ലോ. അതിലേക്ക് എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും മേങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അയില വേറെ പരിക്കി വെച്ചിന്, ചെമ്മീൻ പരിക്കി വെച്ചിന്. നമ്മളെ ചെമ്മീൻ ബിരിയാണിക്കുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് സംഭവങ്ങളെല്ലാം ഇല്ലേ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. ഗരം മസാല എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അതും അങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ട് വെച്ചിന്. അതുപോലെ തന്നെ അരി ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിന്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ അയില ഒരു സൈഡ് ഫ്രൈ ആകുന്നുണ്ട്, ചെമ്മീൻ ഒരു സൈഡ് ഫ്രൈ ആകുന്നുണ്ട്, അതുപോലെ തന്നെ മസാല ഒരു സൈഡ് റെഡി ആകുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മളെ മിക്കുവിൻ്റെ കാലാന്നത്, നമ്മളെ മിക്കു എന്ന് പറയുന്നത് നമ്മളെ പൂച്ചക്കുട്ടിയാണെന്നവ. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് കാല്. അപ്പം അങ്ങനെ ഓനക്കുള്ള കാലും ഇപ്പുറത്ത് വേവുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെമ്മീൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ചെമ്മീൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം, അവിടെ പോയിട്ട് ചെക്കാക്കിയാൽ മതി. അതുപോലെ തന്നെ അയില മസാല റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം അയില മസാല അടിപൊളി ഉണ്ടായിന്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിന്. അത് നല്ല ഫ്രഷ് അയില ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മളെ ബിരിയാണിയും റെഡി ആയിന്. അങ്ങനെ ഇതുപോലെയാണ് എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ടായത്. ബാക്കിയുള്ള പ്ലേറ്റൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. പിന്നെ മക്കൾക്ക് ഇതുപോലത്തെ നമ്മളെ കിച്ചൺ സെറ്റ് ഇല്ലേ അത് മീങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് നമുക്കിങ്ങനെ സെറ്റാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു സൈഡ് ചെറിയൊരു എന്തോ ഒരു കംപ്ലൈൻറ്റ് ഇതായിട്ട് നമ്മത് റിട്ടേൺ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇൻഷാല്ല എനിക്ക് ഈ ഒരു സംഭവം നല്ലോണം ഇഷ്ടമായിന്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സെയിം സാധനം തന്നെ ഞാൻ പിന്നെയും ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ ഈ ഒരു കിച്ചൺ സെറ്റിൻ്റെ ഈ ഒരു കിച്ചൺ സെറ്റ് റിട്ടേൺ ആക്കിയിട്ട് സെയിം സാധനം തന്നെ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇൻഷാല്ല കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചെക്ക് ഫ്രണ്ട്സ്, ബൈ.